അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആരോഗ്യവേദിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂത്ര തടസ്സം ഉണ്ടാകുകയും മൂത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ബ്ലഡ് പുറത്തു പോകുന്നത് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത വേദനയും അനുഭവിക്കും. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ആളുകൾ വല്ലാതെ ഭയപ്പെടുകയും ഹോസ്പിറ്റലിൽ പോകുകയും ഇഞ്ചക്ഷനുകളും മെഡിസിനുകളും എടുക്കുകയും പലപ്പോഴും യൂറിൻ പാസ് ചെയ്യാതെ ബുദ്ധിമുട്ടുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ട്യൂബ് വഴി മൂത്രവും മറ്റുമൊക്കെ പുറത്തേക്ക് കളയുന്നതും വേദനകളും യാതനകളും അനുഭവിക്കുന്നത് നിരന്തരം നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അക്യുപഞ്ചർ ചികിത്സയിൽ ഇത്തരം പ്രയാസങ്ങളൊന്നുമില്ലാതെ യാതൊരു ഡാമേജും ഇല്ലാതെ പ്രകൃതിദത്തമായി തന്നെ ശരീരത്തിന് യാതൊരു ദോഷവും വരുത്താതെ ഇത്തരം പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരം അനുഭവങ്ങൾ ഒരുപാട് അക്യുപഞ്ചർ ചികിത്സ മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു അനുഭവം ഇന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മളുള്ളത് കൊടുങ്ങല്ലൂർ എറിയാട് നമ്മുടെ ചികിത്സാ കേന്ദ്രത്തിലാണ്. നമ്മുടെ കൂടെ ഉള്ളത് അലിക്കയാണ്. എന്താണ് വിശേഷം? വിശേഷം അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ മൂത്രം പോവാതെ മൂത്രം പോകുന്നുണ്ട്. പിന്നെ ഞാൻ വളരെയധികം വിഷമിച്ച ആസ്പത്രി ട്യൂബൊക്കെ ഇട്ടിട്ട് 1-2 മാസം ട്യൂബ് ഇട്ട് ശരിക്കും ഈ ഒരു പ്രയാസം അനുഭവപ്പെടുകയും ആ മൂത്രം പോവാത്ത അവസ്ഥ ഉണ്ടായല്ലോ. ആ സമയത്ത് എന്താ തോന്നിയത്? ആ സമയത്ത് ഭയങ്കര തോന്നിയെന്ന് വെച്ചാല് ഒരു വല്ലാത്തൊരു വേദനയാണ്. അത് ഭയങ്കര വേദനയാണ്. അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കിടക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല, ഇരിക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല. ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ഇറുക്കിൽ പോകുന്ന ഇങ്ങനെ നിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി അല്ലെ? അവിടെ എന്തായിരുന്നു അവർ ചെയ്തത്? അവിടെ ചെന്നിട്ട് അവര് കിടക്കാൻ പറയുന്നുണ്ട്. എനിക്ക് കിടക്കാൻ പറ്റണില്ല, ഇരിക്കാൻ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ വിളിച്ച് കിടത്തി. എന്നിട്ട് ഇതിന്റെ ഉള്ളില് ട്യൂബ് ഇട്ട്. ശരിക്കും ആ ട്യൂബ് ഇടുന്ന പ്രോസസ്സ് നല്ല സുഖമുള്ള അവസ്ഥ ആണോ? ഇല്ല, ട്യൂബ് ഇടുന്ന സുഖമുള്ള അവസ്ഥയല്ല, ഭയങ്കര വേദനയും. അവരിങ്ങനെ ഈ വേദനയുടെ മേലെ വേദനയാണോ? ആ മേലെ വേദന തന്നെയാണ്. ട്യൂബ് ഇങ്ങനെ സമാധാനം. പിന്നെ നമ്മ ഈ നമ്മുടെ ക്ലോസറ്റിലൊക്കെ ഇരിക്കുമ്പോൾ അതോടുകൂടി ഈ ബ്ലഡും ഇതൊക്കെ അങ്ങോട്ട് പോവുക. ഭയങ്കര വേദന വെച്ചാൽ ആ വേദന നമുക്ക് പറയാൻ പറ്റില്ല, അത്രക്കും കഠിന വേദനയാണ്. എല്ലാം ആ ട്യൂബിലൂടെ തന്നെ മൂത്രവും ബ്ലഡും എല്ലാം കൂടി ട്യൂബിൽ കൂടെ തന്നെ പോകണം. ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താ? ഇങ്ങോട്ട് വരാനുണ്ടായത് അപ്പൊ ലാസ്റ്റ് പിന്നെ 2 മാസം ട്യൂബ് ഇട്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞു മറ്റേ ലൈറ്റ് അടിച്ച് നോക്കണം, മറ്റുള്ളവരുണ്ടെങ്കിൽ ഇതാക്കണം, ഒന്ന് ഓപ്പറേഷൻ അല്ലാത്ത ചരണ്ടി കളയും ചെയ്യണം. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. പൈസയും കിട്ടി ഓപ്പറേഷന്റെ 25 രൂപ. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിട്ട് ലൈറ്റ് അടിച്ച് നോക്കി. എന്നിട്ട് വല്ല തടസ്സം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, അതെടുത്ത് കളയണം, തടസ്സം എടുത്ത് കളയണം. പൈസ ഒക്കെ അടിച്ച് റെഡിയായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ തടസ്സമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. മരുന്നൊന്നുമില്ല, പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു ഇതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു പോന്നു. അങ്ങനെ പോന്നു. പൈസ തിരിച്ചു തന്നിട്ടാ. ഓപ്പറേഷന്റെ പൈസ ഒന്നും എടുത്തില്ല, ബാക്കി അവർക്ക് കയറിയ പൈസ മാത്രം എടുത്തോളൂ. അപ്പൊ അങ്ങനെ പോകുന്നു. പിന്നെ അങ്ങനെ ഡോക്ടർ പിന്നെ ട്യൂബ് ഊരിട്ട് ഹാൻഡ് ട്യൂബ് വന്ന് കൈ കൊണ്ടിടുന്ന ട്യൂബ് നമുക്ക് വീട്ടിൽ ചെന്നിട്ടായാലും അവിടെ വെച്ചത് ഇട്ട് കാണിച്ച് തന്നെ അതിനിട്ട് അങ്ങനെ കുറെ അനുഭവങ്ങളാണ്. അത് നമുക്ക് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റതെല്ലാം. റേഡിയേഷൻ മുതൽ എങ്ങനെ ഭയങ്കര രംഗമാണ്. റേഡിയേഷനും അതിന്റെ മുമ്പത്തെ അനുഭവം അല്ല, ഒക്കെ പബ്ലിക് ആക്കണം. അല്ല, ഒന്നും ആക്കാൻ പറ്റില്ല. ഈ ഭാഗത്തിന് കൂടുതൽ ഇങ്ങനെ ഭാഗത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ ട്യൂബ് എടുത്തിട്ട് ട്യൂബ് ഇടാൻ പറഞ്ഞു.
ഇപ്പൊ ഈ ട്യൂബ് ഒഴിവാക്കണം, അക്യുപഞ്ചർ ചെയ്യണം എന്നുള്ള തീരുമാനം അങ്ങനെ ട്യൂബ് ഇട്ട് ലാസ്റ്റ് വന്നപ്പോഴ് പിന്നെയും ട്യൂബ് ഇട്ട് 2 ആഴ്ചയും കൂടി പിന്നെ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് ട്യൂബ് ഇടുക, ഫുള്ളായിട്ട് കെയർ ആയിട്ടാണ് ട്യൂബ് മൂത്രം പോകാത്തതെന്നൊക്കെ പറഞ്ഞു. അതിന് പിന്നെ ഇട്ട് പിന്നെ വീട്ടിലൊക്കെ വന്ന് കുറച്ച് ദിവസം ഇട്ട് പിന്നെ പോകാത്ത മാതിരി തോന്നിയ വിഷമമായി. അങ്ങനെ പിന്നെ മറ്റേ മരുമം കാദ്യാളത്തിനുള്ള അങ്ങനെ ഒരു ഇതുണ്ട്, അക്യുപഞ്ചറിന്റെ ഒരു സീരീസ് ഉണ്ട്. അങ്ങനെ ഇയാൾക്ക് ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ മാറ്റി കൊടുത്താണെന്നൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്നത്. വന്നതിന് ശേഷമുള്ള അനുഭവം എന്താ? അതിന് ശേഷം പൂർണ്ണമായിട്ടും സമാധാനം, ട്യൂബ് ഇട്ട് യൂറിൻ പാസ് ചെയ്തിരുന്ന അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ വളരെ സമാധാനം, വളരെ സന്തോഷമാണ്. ദുഃഖമല്ല, സന്തോഷം. അത്രക്കും ഭയങ്കര. പലപ്പോഴും എങ്ങനെ മൂത്രം പോണ് എന്ന് എനിക്ക് വിഷമമില്ല. മൂത്രം ലക്ഷം തടഞ്ഞിരിക്കുമ്പോ ഞാൻ വിളിക്കാറുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ദിവസം തന്നെ ഇടവിട്ട് ഇങ്ങനെ വിളിച്ചിരുന്നു. ഞാനിങ്ങനെയൊക്കെയാണ് സംശയം പോലെ മാറൂലേ അല്ലേ? ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ഓരോ ദിവസം കഴിയും തോറുള്ള ഒരു മാറ്റം ഭയങ്കര മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. മൊത്തം പിന്നെ പോണ്ട് സാധാരണ നിലയിലാകുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അതെ. ഈ ഒരു അനുഭവം ഒരുപാട് ആളുകളുണ്ട്. പലരും നമ്മളെ വിളിക്കാറ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ, ട്യൂബ് ഇട്ടിട്ടും. കാരണം അല്ലെങ്കിലേ വേദനയാണ്, അതിന്റെ മേലെ ട്യൂബ് ഇട്ട് വേറൊരു ഡാമേജ് കൂടി ഉണ്ടാക്കി അതും വല്ലാത്ത പ്രയാസം അനുഭവിച്ച്. കാരണം ഇതല്ലാതെ വേറൊരു മാർഗം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആളുകൾ ഉള്ളത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ ഒരു അനുഭവം വലിയ അനുഗ്രഹമായിരിക്കും. ഏതായാലും ഇത്തരം അനുഭവങ്ങൾ ആളുകളിലേക്ക് എത്തട്ടെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അക്യുപഞ്ചർ ചികിത്സ ഒരു തണലാകട്ടെ, ആശ്വാസമാകട്ടെ. എല്ലാവർക്കും സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.